ഇപ്പോഴത്തെ ഞാൻ പല കുട്ടികളും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മൾക്ക് എൻക്വയറിക്ക് വരും. ഈ എൻക്വയറി ചെയ്യാൻ വരുന്ന സമയത്ത് ഈ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒറ്റൊരു ക്വസ്റ്റ്യനാണ്. പല സ്റ്റുഡൻസും ഏകദേശം എൻക്വയറിക്ക് വന്നിട്ടുള്ള പല സ്റ്റുഡൻസും ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഇതിന് കൂടെ ഇതും കൂടി പഠിപ്പിച്ചു തരുമോ, അതിന് എത്ര എമൗണ്ട് വരുന്നത്? അപ്പോൾ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത് ഉണ്ടല്ലോ, അവിടെ ഈ കോഴ്സ് ഉണ്ടല്ലോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് ഉണ്ടല്ലോ, എന്തുകൊണ്ട് അത് ചൂസ് ചെയ്തുകൂടാ? അതല്ല ഒന്നുകൂടി ബെറ്റർ, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു പ്രൊഫഷൻ അത് വേറെ, അതേപോലെ തന്നെ ഈ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ വേറെയാണ്, അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് വേറെ പ്രൊഫഷനാണ്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി പഠിക്കാം. 6 മന്തോ 1 ഇയർ ഡ്യൂറേഷൻ, ഒരു 6 മാസം 8 മാസം കോഴ്സ് ഡ്യൂറേഷൻ എടുത്ത് പഠിക്കാം. പക്ഷെ അത് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് പഠിച്ച് നമുക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ആക്ച്വലി അവിടെ ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ കോപ്പി റൈറ്റിംഗ്, വേർഡ്പ്രസ് ഉണ്ടാകും, വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതും, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്തതും, ക്യാമ്പയിൻ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരാൾക്ക് അതിനുള്ള ടൈം കിട്ടില്ല. ഇത് ഞാൻ എത്ര കോഴ്സ് എടുത്ത് പഠിച്ചോട്ടെ, ഏത് ആഡ് ഓൺ കോഴ്സ് എടുത്ത് പഠിച്ചോട്ടെ, ടൈം കിട്ടില്ല. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് അറിയാം. ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതേപോലെ തന്നെ ഈ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനായിട്ട് വേറെ ടൈം വേണം. നമുക്ക് എന്ത് ചെയ്യും, നല്ല ക്രിയേറ്റിവിറ്റി കാര്യങ്ങൾ വേണം. വെറുതെ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ഒരു ബ്രാൻഡിനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അതിന് അലൈൻഡ് ആയിട്ടുള്ളൊരു നല്ല ക്രിയേറ്റിവിറ്റി വേണം അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ, ആ ഒരു ഗ്രാഫിക് ഡിസൈനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ. അപ്പോൾ അതിനുള്ളൊരു ടൈം നമുക്ക് എന്തില്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയത്ത് കിട്ടില്ല. അപ്പം ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങും അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരിക്കലും എടുത്ത് പഠിക്കരുത്. വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ ഒരേ ടൈമിൽ 60,000 കൊടുത്ത് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ എടുത്ത് പഠിക്കരുത്. ഏതെങ്കിലും ഒരു നീഷ് ഫോക്കസ് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നത് അവിടെ എന്തായാലും വീഡിയോ എഡിറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻസ് ഉണ്ടാവുമല്ലോ. ഇവരുടെ കൂടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ലൈവായിട്ട് ഫ്രീ ആയിട്ട് സെൽഫ് ലേൺ ചെയ്ത് പഠിക്കുക. ടൈം നമുക്ക് എന്ത് ചെയ്ത് അവിടെ പൈസ ഏൺ ചെയ്യാൻ പറ്റും. കാരണം 60,000 കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ഗ്രാഫിക് ഡിസൈനിൻ്റെ കൂടെ അല്ലെങ്കിൽ ആഫ്റ്ററിന് നമുക്ക് ഇരുന്നിട്ട് ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യം ഏറ്റവും അടിപൊളിയായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏറ്റവും ടോപ്പായിട്ട് പഠിക്കുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ് പഠിക്കാം. ഇതാണ് നമ്മളവിടെ ചെയ്യേണ്ട മെയിൻ കാര്യം. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇതറിയാതെ എന്ത് ചെയ്യും, പല ഇൻസ്റ്റിറ്റ്യൂട്ടും പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ മെയിൻ പ്രയോറിറ്റി കൊടുത്തിട്ട് എത്രയും പൈസയാണ് എന്ത് ചെയ്യുന്നത് അവർ ഏൺ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര പക്ക ഫ്രോഡായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇപ്പോൾ കമ്പനി സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ ഗ്രാഫിക് ഡിസൈനിങ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം. ഞാൻ പറയില്ല, ഈ സെൽഫ് ലേൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ പഠിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീലാൻസിങ് ആയിട്ട് സെൽഫ് ലേൺ ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ ആ സെൽഫ് ലേൺ ചെയ്ത് പഠിക്കുന്നതാണെങ്കിൽ നമ്മളൊരു കമ്പനിയിലേക്ക് നമ്മളൊരു പ്ലേസിലായിട്ട് മാറുകയാണെങ്കിൽ അവിടെ എന്തായാലും ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ ഒരു വാല്യൂ ഇല്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിവിടെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്യാൻവ പ്രോ എന്ന് പറയുന്ന സംഭവമുണ്ട്. എല്ലാവരും ഉദ്ദേശിച്ചിരിക്കുന്നത് ക്യാൻവ എന്ന് പറയുന്നത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു ടൂളാണെന്ന് വെച്ചിട്ടാണ്. ഈ ഫോട്ടോഷോപ്പിൽ ഏകദേശം ചെയ്യുന്ന പല കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻവ പ്രോ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. മലയാളം ഫോണ്ടുകളാണെങ്കിൽ പറ്റും, നല്ല ഏറ്റവും അടിപൊളിയായിട്ട് നല്ല ഡിസൈനുകൾ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ക്യാൻവയിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോഷോപ്പിൽ ചെയ്തിട്ടുള്ള സെയിം ഡിസൈനുകൾ ഞാൻ സ്റ്റുഡൻസിനെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻവ പ്രോയിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ക്യാൻവ പ്രോ ചൂസ് ചെയ്തുകൂടാ? ഇതൊക്കെ എന്ത് ചെയ്യുന്നതാണ്, അവിടെ ആ പിച്ചിങ് ആണ്. ഇത്രയും നമ്മൾ ഈ ആഫ്റ്റർ എഫക്റ്റും പ്രീമിയർ പ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഒരു സ്റ്റുഡൻസിനെ അതിലേക്ക് കൺവേ ആക്കി കൊണ്ടുവരാണ്. അവിടെ അതൊരു സ്കാം എന്ന് ഞാൻ പറയുള്ളൂ. ഈ 2 കോഴ്സ് എടുത്ത് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 3 കോഴ്സ് ഒരുമിച്ച് നമ്മൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്ത് പഠിക്കുന്നുണ്ട്, നമുക്കൊരു വാല്യൂ കിട്ടാനില്ല. നിങ്ങളുടെ പൈസ അവിടെ എന്ത് ചെയ്യാണ്, വെറുതെ നഷ്ടപ്പെട്ടു പോകണം. അപ്പം ഈ ഒരു കാര്യം എല്ലാ സ്റ്റുഡൻസും മനസ്സിലാക്കുക. സെൽഫ് ലേൺ ചെയ്തിട്ട് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു നീഷ് ഫോക്കസ് ചെയ്യുക, അതിൽ കരിയർ ബിൽഡ് ചെയ്യുക.